എന്താ സുഖം? എന്നോടിങ്ങതാ 2 ദിവസം മുമ്പ് അത് വയറിന് ആവശ്യമില്ലാത്ത എന്തെങ്കിലും കഴിച്ചിരുന്നോ? ഓർമ്മയില്ല. എന്താ പേര്? ജസ്ന. എത്ര വയസ്സ്? 18. പച്ചക്കറി കഴിക്കാൻ ഗുളിക തരാം. ഇത് നിങ്ങൾ ഭക്ഷണത്തിന് മുമ്പ് കഴിക്കണം. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ മലയാളം ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിലെ പ്രവർത്തനങ്ങളെല്ലാം കൂട്ടുകാർ പൂർത്തീകരിച്ചോ? പാഠഭാഗം കൂടുതൽ തവണ വായിച്ച ശേഷം ചോദ്യങ്ങൾ കണ്ടെത്തിയോ? ഏതൊക്കെ ചോദ്യങ്ങളാണ് കൂട്ടുകാർ നോട്ട് പുസ്തകത്തിൽ എഴുതിയത്? ഈ കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? സാവിത്രിക്കുട്ടി കുട്ടിപ്പുരയിൽ എന്തെല്ലാം വേണമെന്നാണ് ആവശ്യപ്പെട്ടത്? കുട്ടിപ്പുരയിൽ ആരെല്ലാം വേണമെന്നാണ് അവൾ വേലുവിനോട് പറഞ്ഞത്? പിന്നെ ഏതൊക്കെ ചോദ്യങ്ങളാ? സാവിത്രിക്കുട്ടിക്ക് എത്ര വയസ്സാണ്? അവൾ അച്ഛനെ ഉമ്മറത്തേക്ക് കൈപിടിച്ചു വലിച്ചു കൊണ്ടുവന്നത് എന്തിനായിരുന്നു? ഇത്തരത്തിലുള്ള കൂടുതൽ ചോദ്യങ്ങൾ പാഠഭാഗം വീണ്ടും വായിച്ച ശേഷം കൂട്ടുകാർ എഴുതിയിട്ടുണ്ട് അല്ലേ? അതേപോലെ തന്നെ കൂട്ടുകാർ ഉണ്ടാക്കിയ കളിവീടിൻ്റെ ചിത്രം ടെക്സ്റ്റ് പുസ്തകത്തിലെ പേജ് 28 വരച്ചില്ലേ? എന്നിട്ട് മനോഹരമായി നിറം നൽകി കാണും അല്ലേ? കളിവീട് എന്ന പാട്ട് ചൊല്ലിപ്പഠിച്ച ശേഷം നിങ്ങളുടെ പാട്ടുപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടാവും അല്ലേ? മറ്റൊരു രസകരമായ പ്രവർത്തനം കൂടി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നില്ലേ? സാവിത്രിക്കുട്ടി തോർത്തുമുണ്ട് സാരിയായി ധരിച്ചുകൊണ്ട് അമ്മയായി അഭിനയിച്ചത് നിങ്ങൾ കണ്ടിരുന്നു അല്ലേ? അതേപോലെ കൂട്ടുകാരും ഏർപ്പെടാറുള്ള അഭിനയ കളികൾ ഏതൊക്കെയായിരുന്നു? ചോറും കറിയും വെച്ചുള്ള കളി, അമ്മയും കുഞ്ഞും കളി, ഡോക്ടറും രോഗിയും കളി, പല അഭിനയ കളികളും കൂട്ടുകാർ കളിച്ചില്ലേ? നമ്മുടെ ക്ലാസ്സിലെ കൊച്ചുമിടുക്കികളായ ജസ്നയും ആയിഷ സഹറയും ടീച്ചറും കുട്ടിയും കളിച്ച കളി ഒന്ന് കണ്ടു നോക്കൂ. എല്ലാവർക്കും സുഖമല്ലേ? സുഖാണ്. മിസ്സിന് സുഖല്ലേ? സുഖം. പ്രസന്റ് മിസ്. എല്ലാരും ഓർത്ത് ചെയ്തില്ലേ? ചെയ്തണ് മിസ്സേ. നോക്കട്ടെ ആയിഷ. നാളെ ശരിയാക്കി വരണേ. നമ്മൾ എടുക്കാൻ പോണത് എൻ്റെ കേരളം എന്ന പാട്ടാണ്. പാടം പൂയകാലം തോടും മോടിക്കൂടും മലരണിക്കാടും ആഴ്ച ഇവിടെ വന്ന് ഒരു പാട്ട് പാടിക്കേ. പഴുത്ത മാങ്ങ പഞ്ചാര മാങ്ങ തയന്നെനിക്കൊന്നു വീണു കിട്ടി, അടുത്ത വീട്ടിലെ 5-6 പിള്ളേർ. കൂട്ടുകാരുടെ വീട്ടിലെ മുറികൾ ഏതൊക്കെയാണെന്ന് എഴുതുകയും ചെയ്തിരുന്നു അല്ലേ? ഈ ഓരോ മുറികളുടെയും ഉപയോഗം എന്തൊക്കെയാണ്? എല്ലാ മുറികളും ഒരേ ആവശ്യത്തിന് വേണ്ടിയാണോ നാം ഉപയോഗിക്കുന്നത്? ഏതൊക്കെ മുറികളാണ് നമ്മുടെ വീട്ടിലുള്ളത്? അടുക്കള, ഊണുമുറി, കിടപ്പുമുറി, ഇവയെല്ലാം ഒരേ ആവശ്യത്തിന് വേണ്ടിയാണോ നാം ഉപയോഗിക്കുന്നത്? അല്ല അല്ലേ? കൂട്ടുകാർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പേജ് 27 ഒന്ന് മറിച്ച് ഈ വർക്ക്ഷീറ്റ് കാണുന്ന പട്ടിക എല്ലാവരും പൂർത്തീകരിക്കണം കേട്ടോ.
ഓരോ മുറികളും ഏതൊക്കെ ആവശ്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഇവിടെ കണ്ടെത്തി എഴുതണം. കഴിഞ്ഞ ദിവസം കളിവീട് എന്ന കവിത മനോഹരമായി നാം ചൊല്ലി പഠിച്ചിരുന്നു അല്ലേ? ഇതേ പാട്ട് മറ്റൊരു രീതിയിൽ കേട്ടു നോക്കിയാലോ? ഉണ്ടൊരു കൊച്ചു കളിപ്പന്തൽ കുഞ്ഞുങ്ങൾക്ക് കളിപ്പാനായി, ചക്കര കൊണ്ടേ തൂണെല്ലാം, ചക്കര കൊണ്ടേ തൂണെല്ലാം, കൽക്കണ്ടത്താൽ തറയെല്ലാം, നല്ല കരിമ്പാൽ മേൽക്കൂര, മുറ്റം മുഴുവൻ പഞ്ചാര, നല്ല കരിമ്പാൽ മേൽക്കൂര, മുറ്റം മുഴുവൻ പഞ്ചാര, ചാരത്തുണ്ടൊരു കൊച്ചരുവി, ചാടിത്തുള്ളും തേനരുവി. ശരി കൂട്ടുകാരെ, ഈ കാണുന്ന കളിവീട് ആരുടേതാണ്? അതെ, പൂവാലൻ അണ്ണാൻ്റേത് അല്ലേ? പൂവാലൻ അണ്ണാൻ തൻ്റെ കുഞ്ഞുങ്ങൾക്കായി നിർമ്മിച്ചു കൊടുത്തതാണ് അല്ലേ? ഈ കളിവീട് കാണാൻ പൂവാലൻ്റെ ഏതൊക്കെ കൂട്ടുകാരാണ് വന്നത്? മീനു തേനീച്ച, പിന്നെ കറുമ്പനുറുമ്പും കൂട്ടുകാരും, പിന്നെ ജഗ്ഗുവാനയും കൂട്ടുകാരും അല്ലേ? ഇവരോരോരുത്തർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ കൊണ്ടാണ് കുഞ്ഞനണ്ണാൻ വീട് വച്ചിരുന്നത് അല്ലേ? എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടായിരുന്നു? മീനുത്തേനീച്ചക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂന്തേൻ കൊണ്ടായിരുന്നു തൊട്ടടുത്തുള്ള തേനരുവി അല്ലേ? പിന്നെ ഉറുമ്പിന് ഏറ്റവും ഇഷ്ടമുള്ള ശർക്കര കൊണ്ടാണ് കളിവീടിൻ്റെ തൂണുകൾ. ജഗ്ഗുവിനും കൂട്ടുകാർക്കും ഏറ്റവും ഇഷ്ടമുള്ള ഏത് വിഭവമാണ് കളിവീടിനുള്ളത്? അതെ, മേൽക്കൂരയുണ്ടാക്കാൻ ഉപയോഗിച്ച കരിമ്പ് അല്ലേ? ശരി, കളിവീട് കാണാൻ വന്ന കൂട്ടുകാർക്ക് കളിവീട് കണ്ടപ്പോൾ എന്താണ് തോന്നിയിട്ടുണ്ടാവുക? തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മധുരമായ വിഭവങ്ങൾ കണ്ടപ്പോൾ ഓരോരുത്തർക്കും വായിൽ വെള്ളം ഊറിക്കാണും അല്ലേ? അവരെന്താ ചെയ്തിട്ടുണ്ടാവുക? പിന്നീട് അവിടെ എന്തൊക്കെയാ സംഭവിച്ചിരിക്കുക? കൂട്ടുകാരൊന്ന് പറഞ്ഞേ, എന്തൊക്കെ രസകരമായ കാര്യങ്ങളാവും അവിടെ നടന്നിട്ടുണ്ടാവുക? പൂവാലനും കുഞ്ഞുങ്ങളും എന്താ ചെയ്തിട്ടുണ്ടാവുക? കുഞ്ഞുങ്ങൾ ഉറക്കെ കരഞ്ഞു അല്ലേ? അവിടെ നടന്ന കാര്യങ്ങളെല്ലാം കൂട്ടുകാർ വീട്ടിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു നല്ല കഥയായി നോട്ട്ബുക്കിൽ എഴുതുകയും വേണം. കഥയായി എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? കഥക്ക് ഒരു നല്ല തുടക്കം വേണം അല്ലേ? എങ്ങനെയാ ഒരു കഥ തുടങ്ങാറുള്ളത്? കൂട്ടുകാർ പല കഥകളും വായിച്ചപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കഥക്ക് ഒരു നല്ല അവസാനവും വേണം അല്ലേ? രസകരമായ ഒരു കഥ കൂട്ടുകാർ കേൾക്കുമ്പോൾ പകുതിക്ക് വെച്ച് നിർത്തിയാൽ കൂട്ടുകാർക്ക് ഇഷ്ടമാകുമോ? ഇല്ല അല്ലേ? നിങ്ങളുടെ കഥക്കും നല്ല ഒരു ഒടുക്കവും വേണം. കൂട്ടുകാർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ചില ഭാഷാപ്രയോഗങ്ങളും വിശേഷണങ്ങളും എല്ലാം ഉപയോഗിക്കണം കേട്ടോ. എഴുതി കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായി കഥക്ക് യോജിച്ച ഒരു പേരും നൽകണം. എങ്ങനെ തുടങ്ങും? ഒന്ന് പറഞ്ഞു നോക്കൂ. ഒരിടത്ത് ഒരു പൂവാലനണ്ണാനും കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അത്തിമരച്ചില്ലയിലായിരുന്നു പൂവാലൻ്റെ വീട്. പൂവാലനണ്ണാൻ തൻ്റെ കുഞ്ഞുങ്ങൾക്കായി ഒരു കളിവീടുണ്ടാക്കി. ചക്കര കൊണ്ട് തൂണ്, കൽക്കണ്ടം കൊണ്ട് തറയൊരുക്കി, നല്ല മധുരമുള്ള കരിമ്പ് കൊണ്ടാണ് മേൽക്കൂര ഉണ്ടാക്കിയിരുന്നത്. മുറ്റം നിറയെ പഞ്ചാരയും വിരിച്ചു. വീടുപണി കഴിഞ്ഞപ്പോൾ പൂവാലൻ അത് കാണാനായി തൻ്റെ കൂട്ടുകാരായ മീനുത്തേനീച്ചയെയും കറുമ്പനുറുമ്പിനെയും ജഗ്ഗു ആനയെയും എല്ലാം വിളിച്ചു. ആരെയൊക്കെയാ ക്ഷണിച്ചത്? മീനുത്തേനീച്ചയെ, കറുമ്പനുറുമ്പിനെ, ജഗ്ഗു ആനയെയും അവരുടെ കൂട്ടുകാരെയും എല്ലാം ക്ഷണിച്ചു അല്ലേ? പിന്നീട് എന്തായിരിക്കും സംഭവിച്ചത്? ഇതാണ് കൂട്ടുകാർ ഒരു നല്ല കഥയായി എഴുതേണ്ടത് കേട്ടോ.
സാവിത്രിക്കുട്ടിക്ക് വേലിച്ചേട്ടൻ ഉണ്ടാക്കി കൊടുത്ത കുട്ടിപ്പുര കൂട്ടുകാർ കണ്ടില്ലേ? എത്ര മനോഹരമായിട്ടാണ് വേലു ഇത് ഉണ്ടാക്കിയത് അല്ലേ? വേലുവിൻ്റെ കരവിരുത് അപാരം തന്നെ. വീടിന് ചുറ്റും എന്താണ് ഉള്ളത്? മനോഹരമായ ഒരു ചുറ്റുമതിലുണ്ട്. ഒരു ഗേറ്റും ഉണ്ട് അല്ലേ? വളപ്പിനുള്ളിൽ ഏതൊക്കെ മരങ്ങളാണുള്ളത്? തെങ്ങ്, മാങ്ങകൾ തൂങ്ങിയാടുന്ന ഒരു മാവുമുണ്ട് അല്ലേ? നിറയെ ചക്കകളുള്ള ഒരു പ്ലാവും. വീടിൻ്റെ ഓരോ ഭാഗവും എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? വീട്ടിനകത്ത് ആരൊക്കെയാണുള്ളത്? സാവിത്രിക്കുട്ടി പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും വീട്ടിനകത്തുണ്ടോ? ഇത് കണ്ടെത്താനായി കൂട്ടുകാർ ടെക്സ്റ്റ് ബുക്കിലെ 29-30 പേജുകളിൽ പറഞ്ഞ കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? കുട്ടിപ്പുരയിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടോ? ആരൊക്കെയാണ് കുട്ടിപ്പുരയിലുള്ളത്? 3 പെണ്ണുങ്ങൾ അല്ലേ? അവർ ഓരോരുത്തരും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഒരാൾ വീണ വായിക്കുന്നു, മറ്റൊരാൾ തുന്നിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ പെൺകുട്ടിയോ? അവരുടെ വേഷങ്ങൾ കൂട്ടുകാർ ശ്രദ്ധിച്ചിരുന്നോ? ചില കൂട്ടുകാർക്ക് ഓർമ്മയില്ല അല്ലേ? ഞാനൊന്ന് വായിച്ചു തരാം. കഥയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. 3.5 അടിയോളം ഉയരമുള്ള ഒരു ഒറ്റനില കെട്ടിടം. മരം കൊണ്ടുള്ള മേൽപ്പുര ചെഞ്ചായം തേച്ച് ഓടുമേഞ്ഞതുപോലെ ആക്കിയിട്ടുണ്ട്. മരച്ചുവരുകളിൽ വെള്ളച്ചായം. മരം കൊണ്ടുള്ള നിലത്ത് കറുത്ത ചായം. വാതിലുകളും ജനാലകളും വീട്ടിനകത്ത് കട്ടിലുകളും കസേരകളും മേശകളും നീല നിറം. ചെറിയൊരു വളപ്പിനുള്ളിലാണ് പുരയുടെ നിൽപ്പ്. ചുറ്റും മരമതിൽ. കണ്ടാൽ കരിങ്കല്ലാണെന്ന് തോന്നും. നീല നിറത്തിലുള്ള ഗേറ്റ്. ഗേറ്റിന്മേൽ പ്രസാദം എന്നൊരു ബോർഡ് തൂങ്ങുന്നു. വീടിൻ്റെ പേരാവാം. ഗേറ്റിനടുത്ത് പൊൻപൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ചമ്പകമരം. മാങ്ങകൾ തൂങ്ങിയാടുന്ന മാവുകളും ചക്കകൾ നിറഞ്ഞ പ്ലാവുകളും വിളഞ്ഞ നാളികേരമുള്ള തെങ്ങുകളും. വീട്ടിനകത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന അച്ഛൻ, അടുക്കളയിൽ പണിയെടുക്കുന്ന അമ്മ, തുന്നിക്കൊണ്ടിരിക്കുന്ന ഒരു മകൾ, കട്ടിലിൽ കിടന്ന് വായിക്കുന്ന മറ്റൊരു മകൾ, വീണ വായിച്ചു പാടുന്ന 3ാമത്തെ മകൾ. എല്ലാം മരം കൊണ്ടുണ്ടാക്കി ഭംഗിയിൽ ചായം തേച്ചിരിക്കുകയാണ്. കുടുംബാംഗങ്ങളുടെ നനുത്ത വസ്ത്രം പോലും നേരിയ മരച്ചീളുകളാണ്. അമ്മ കറുത്ത കരയുള്ള വെള്ളമുണ്ടും വേഷ്ടിയും അണിഞ്ഞിരിക്കുന്നു. തുന്നുന്ന മകളുടെ സാരി ചുവന്നതും ജാക്കറ്റ് വെളുത്തതും. വായിക്കുന്ന മകൾ മഞ്ഞ സാരിയും ചുവന്ന ജാക്കറ്റുമാണ് ധരിച്ചിട്ടുള്ളത്. വീണ വായിക്കുന്നവളുടെ സാരി പച്ചയും ജാക്കറ്റ് മഞ്ഞയും. സാവിത്രിക്കുട്ടി വേലുവിൻ്റെ കരവിരുത് നോക്കി മിഴിച്ചു നിന്നു. ആ വീട്ടിനകത്തേക്ക് കടക്കാൻ തനിക്ക് സാധിക്കുകയില്ലെന്ന കാര്യം അവൾ മറന്നുപോയി. മിഠായി പൊതി, സുമംഗല. ശരി, കഥയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും കൂട്ടുകാർ ശ്രദ്ധിച്ചില്ലേ? ആരൊക്കെയാണ് കുട്ടിപ്പുരക്കകത്തുള്ളത്? അച്ഛൻ, അമ്മ, പിന്നെ 3 പെൺകുട്ടികളും അല്ലേ? കുട്ടിപ്പുരയുടെ ചുറ്റുമുള്ള തൊടിയിൽ എന്തെല്ലാമാണോ കാണുന്നത്? പൊൻപൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ചെമ്പകമരം, മാങ്ങകൾ തൂങ്ങിയാടുന്ന മാവുകൾ, പിന്നെ ചക്കകൾ നിറഞ്ഞ പ്ലാവുകൾ, വിളഞ്ഞ നാളികേരമുള്ള തെങ്ങുകൾ. ശരി, വേലു കുട്ടിപ്പുരയുടെ ഓരോ ഭാഗത്തിനും ഏതെല്ലാം നിറങ്ങളാണ് നൽകിയിരിക്കുന്നത്? പറയൂ. മേൽക്കൂരക്ക് ചെഞ്ചായം, ചുവന്ന പെയിൻറ് അല്ലേ? വാതിലിനും ജനലിനും കട്ടിലിനുമൊക്കെ ഏത് ചായമാണ്? കൂട്ടുകാർക്ക് അറിയാം അല്ലേ? ടെക്സ്റ്റ് ബുക്കിലെ പേജ് 30
ഇവിടെ ഇക്കാര്യങ്ങളെല്ലാം എഴുതി പൂർത്തീകരിക്കണം കേട്ടോ. കടലാസ് കൊണ്ട് എങ്ങനെയാണ് വീടുണ്ടാക്കുന്നത് എന്ന് ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ കൃത്യമായി പറഞ്ഞു തന്നിരുന്നു അല്ലേ? ഒരു പേപ്പർ എടുത്ത് ടീച്ചർ കാണിച്ചതുപോലെ കൃത്യമായി മടക്കി നമുക്ക് ഭംഗിയിൽ ആ വീടുണ്ടാക്കണം. കൂട്ടുകാർ ഒരു തവണ കൂടി നമ്മുടെ ക്ലാസ്സിൽ ടീച്ചർ കാണിച്ച ആ വീടുണ്ടാക്കുന്ന വിധം വീഡിയോ ഒരു തവണ കൂടി കണ്ട ശേഷം ഭംഗിയായി വീട്ടുകാരുടെ സഹായത്തോടെ ആ വീടുണ്ടാക്കണം കേട്ടോ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ വീഡിയോ ഒരു തവണ കൂടി കണ്ട ശേഷം കടലാസ് ഉപയോഗിച്ച് എങ്ങനെയാണ് വീടുണ്ടാക്കുന്നത് എന്ന് കൂട്ടുകാർ കണ്ടെത്തി മനസ്സിലാക്കി മനോഹരമായ ഒരു വീട് കൂട്ടുകാർ ഉണ്ടാക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേൽക്കൂര ഉറപ്പിക്കണം. അതേപോലെ തന്നെ വീടിൻ്റെ വാതിലുകളും ജനലുകളുമെല്ലാം വരച്ച് ചേർത്ത് ഭംഗിയാക്കണം കേട്ടോ. ഇത്തരത്തിലൊരു വീട് എല്ലാ കൂട്ടുകാരും വീട്ടുകാരുടെ സഹായത്തോടെ ഉണ്ടാക്കണം കേട്ടോ. ശരി, കുട്ടിപ്പുരയുടെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.